കോമ്പിറ്റൻസി ബേസ്ഡ് ഇൻസ്ട്രക്ഷനും കോമ്പിറ്റൻസി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ്റെ സ്റ്റെപ്സും ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് കോമ്പിറ്റൻസി എന്താണെന്ന് അറിയണം. കോമ്പിറ്റൻസിയും സ്കില്ലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സ്കില്ല് അണ്ടർസ്റ്റാൻഡിങ്, നോളജ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഈ എല്ലാ കാര്യങ്ങളുടെയും ഒരു കോമ്പിനേഷനാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കില്ല് അക്വയർ ചെയ്തു. പക്ഷേ നമ്മൾ ഒരു കോമ്പറ്റീഷനിലേക്ക് പോകുന്ന ലെവലിലേക്ക് അത്രയും പ്രിപ്പയർഡായി നമ്മൾ ആ കോമ്പറ്റീഷനിലേക്ക് നമ്മൾ പങ്കെടുക്കുന്ന സമയത്താണ് നമുക്കവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോഴാണ് നമ്മൾ കോമ്പറ്റൻ്റായി മാറുന്നത്. കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യുന്നതിന്, ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻസിനെയാണ് കോമ്പിറ്റൻസി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. 4 സ്റ്റെപ്സാണ് കോമ്പിറ്റൻസി ബേസ്ഡ് ഇൻസ്ട്രക്ഷനിൽ ഉള്ളത്. ഫസ്റ്റത്തത് ഐഡൻറ്റിഫൈ ദ കോമ്പിറ്റൻസീസ്. എന്തൊക്കെ കോമ്പിറ്റൻസീസ് ആണ്? ഇപ്പോൾ കൊമേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ കോമ്പിറ്റൻസീസാണ്? ട്രാൻസാക്ഷൻസ്, കുട്ടികൾ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് പഠിക്കണം, ജേണൽ മനസ്സിലാക്കണം. അങ്ങനെ എന്തൊക്കെ കോമ്പിറ്റൻസീസ് ആണോ കുട്ടികൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഒരു ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഐഡൻറ്റിഫൈങ് ദ കോമ്പിറ്റൻസീസ്. അനലൈസിങ് ദ എൻഡറിങ് ബിഹേവിയർ. എങ്ങനെയാണ് കുട്ടികളുടെ ലെവൽ, എങ്ങനെയാണ്, എവിടെ നിന്നും ക്ലാസ് പഠിപ്പിച്ച് തുടങ്ങണം, ഫ്രം ബേർത്ത് ടു സ്റ്റാർട്ട് എന്നുള്ളതാണ് അനലൈസിങ് ദ എൻഡറിങ് ബിഹേവിയർ. എക്സ്പ്ലൈനിങ് ദ കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ഒരു പർപ്പസ് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇംപാർട്ടിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ് ഇംപാർട്ടിങ് ഇൻസ്ട്രക്ഷൻ. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇവാലുവേഷൻ.